മഹാഭാരതം വീട്ടിൽ വായിച്ചാൽ തമ്മിൽ തല്ലുന്നുള്ള മണ്ടത്തരമൊക്കെ ആൾക്കാർ പ്രചരിപ്പിക്കാറുണ്ട്. മഹാഭാരതമാണ് വായിക്കേണ്ടത്. അത് വായിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പല അബദ്ധങ്ങളും ഉണ്ടാവില്ല. ഒന്ന് ഓർക്കണം, ഭഗവത്ഗീത ഇരിക്കുന്നത് മഹാഭാരതത്തിൻ്റെ അകത്താണ്. വിഷ്ണു സഹസ്രനാമം ഇരിക്കുന്നത് മഹാഭാരതത്തിൻ്റെ അകത്താണ്. ഭീഷ്മോപദേശം ഇരിക്കുന്നത് മഹാഭാരതത്തിൻ്റെ അകത്താണ്. അനുഗീത ഇരിക്കുന്നത് മഹാഭാരതത്തിൻ്റെ അകത്താണ്. വ്യാധഗീത ഇരിക്കുന്നത് മഹാഭാരതത്തിൻ്റെ അകത്താണ്. എത്രയോ ധർമ്മോപദേശങ്ങൾ, യക്ഷപ്രശ്നമൊക്കെ ഇരിക്കുന്ന മഹാഭാരതത്തിൻ്റെ അകത്താണ്. ആ മഹാഭാരതത്തിനാണോ വീട്ടിൽ വായിക്കരുതെന്ന് പറയണത്? പിന്നെ നിങ്ങൾ എന്താ വിഷ്ണു സഹസ്രനാമം വായിക്കുകയും അല്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യണത്? ആദ്യന്തം കമ്പോട് കമ്പ് 1.25 ലക്ഷം ശ്ലോകവും വായിക്കണം. അർത്ഥം അറിഞ്ഞ് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിക്കണം. അതിൽ നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ദിവ്യതകൾ കാണിക്കുന്ന കൃഷ്ണനെ അധികം കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മളെപ്പോലൊരു ഭഗവാനെ കാണാൻ പറ്റും. എങ്ങനെ നമുക്ക് ഈശ്വര പദവിയിൽ എത്താൻ സാധിക്കും എന്ന് ധർമ്മമനുസരിച്ച് കാണിച്ചു തരുന്ന ഭഗവാനെ നമുക്കതിൽ കാണാൻ സാധിക്കും. നമ്മൾ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ നമ്മുടെ കുറവുകൾ എന്താണെന്ന്? ഒരു ലിസ്റ്റ് ഇട്ടിട്ട് ഒരു നോട്ട് പുസ്തകം എടുത്തിട്ട് എഴുതി നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും എഴുതിയിട്ടില്ല? ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കും, ഒന്ന് കൈവെക്കും. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാവും. നോക്കൂ, നമ്മുടെ പരിമിതി എന്താണെന്നും നമ്മുടെ സാധ്യത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതം എത്രയോ നന്നായിട്ട് ഇനിയും ജീവിച്ചാൽ. ഇത് വളരെ പ്രധാനമാണ്. മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പറയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ പ്ലസ്സും നമ്മുടെ മൈനസും ഒരു നോട്ട് പുസ്തകം എടുത്തിട്ട്, എന്തിനാണ് നോട്ട് പുസ്തകം എടുത്താൽ പറഞ്ഞോ? ഒക്കെ ഏതെങ്കിലും നോട്ടീസിൻ്റെ പുറകിൽ എഴുതി അത് കളഞ്ഞു പോകും. ഈ നോട്ട് പുസ്തകം എടുത്തിട്ട് പൂജാമുറി കൊണ്ടുവയ്ക്കണം. ഓരോ ദുർഗുണം കടക്കുമ്പോഴും അത് സ്ട്രൈക്ക് ചെയ്യുക, വെട്ടുക, അല്ലെങ്കിൽ തീയിലിടുക. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ദുഷിച്ച ദുഃഖമുള്ള മനസ്സിനെ മുറിപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളെയും വിസ്തരിച്ചിട്ട് കടലാസിൽ എഴുതുക. വൃത്തിയായിട്ട് എഴുതണം. എഴുതുമ്പോഴേ പോവുള്ളൂ നമ്മുടെ ആത്മാവെന്ന്. എഴുതിയിട്ട് അതിനെ അഗ്നിയെങ്കിൽ ഭഗവാൻ അങ്ങോട്ട് സമർപ്പിക്കുക, കത്തിക്കുക. ചിലർ പ്രണയനൈരാശ്യം വന്നാൽ കാമുകിയുടെ പടം കത്തിക്കുന്നുണ്ടില്ലേ? അത് വളരെ നല്ലതാണ്. സൈക്കാട്രിക്കലി അത് വളരെ ഗുണം ചെയ്യുന്ന കാര്യം അത്. അപ്പോൾ അതേപോലെ അഗ്നിക്ക് കൊടുക്കുക. വാസ്തവത്തിൽ എല്ലാ ഹോമത്തിൻ്റെയും തത്വത്തിൽ ഇതാണ് ഇരിക്കുന്നത്. ആഹുതി ചെയ്യുന്നതിൻ്റെ തത്വം ഇതാണ്.